അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഏറെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളുടെ ചിന്ത, ഒരുപാട് മനുഷ്യർ നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. നമുക്ക് ആരുടെ സ്വഭാവമാണ്? ഓരോ മനുഷ്യർക്കും വ്യത്യസ്ത സ്വഭാവമാണ്. നാം നമ്മുടെ സ്വഭാവം നാം ആരുടെ കൂട്ടത്തിലാണ്? വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ അതിനൊരു പ്രത്യേക രീതിയിൽ അത് ആരംഭിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്. അള്ളാഹു പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമിനന്നാസി മൻ, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ അല്ലെങ്കിൽ ഒരുത്തൻ. എന്നിട്ട് അള്ളാഹു പറയാണ്, അവർക്ക് ഇന്ന സ്വഭാവമായിരിക്കും. അപ്പൊ ആ സ്വഭാവമുള്ള ആളുകൾ, ജനങ്ങളുടെ കൂട്ടത്തിലെ ഇങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആളുകളെ പറ്റിയിട്ട് ഒരുപാട് ആയത്തുകൾ ചർച്ച ചെയ്യുന്നു. നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരൊക്കെയാണ് ഈ വിഭാഗം ആളുകൾ എന്നുള്ളതാണ്. ഒന്നാമത്തെ വിഭാഗം ആളുകളെ പറ്റി പറയുന്നത് സൂറത്ത് ബഖറയിൽ അള്ളാഹു പറയാണ്, വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് മൻ യഖൂൽ, പറയുന്ന ആളുകൾ. എന്താ പറയുന്നവർ? ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. വബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും വിശ്വസിച്ചിട്ടുണ്ട്. വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ. എന്നിട്ട് അള്ളാഹ് പറയാണ്, വമാ ഹും ബിമുഅ്മിനീൻ, അവർ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ ഇതൊരു സ്വഭാവമാണ്. യഥാർത്ഥത്തിൽ വിശ്വാസമില്ലാതെ, മനസ്സിൽ ഹൃദയം കൊണ്ട് വിശ്വാസമില്ലാതെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു എന്ന് പറയുന്ന ആളുകൾ, അഥവാ ഹൃദയത്തിലേക്ക് വരാതെ വായ് കൊണ്ട് മാത്രം പറയുന്ന ഒരു വിഭാഗം ആളുകൾ. ഞാൻ ആ വിഭാഗത്തിൽപ്പെട്ടവനാണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇനി രണ്ടാമത്തെ ഒരു വിഭാഗം അള്ളാഹു പറയുന്നത് ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതും ആരംഭിക്കുന്നത് വമിനന്നാസി മൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ, അവർ അള്ളാഹുവിനെ പുറമെ മറ്റു ഒരുപാട് ആരാധ്യന്മാരെ ആരാധിച്ചു കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ അവർ മറ്റുള്ളവരെ കൂടി വിളിച്ചു പ്രാർത്ഥിക്കുന്നു. മാത്രവുമല്ല, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അവരെയും ഇഷ്ടപ്പെടുന്നു. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഒരുപാട് മനുഷ്യർ, ആ മനുഷ്യർ പടച്ചോനെ എങ്ങനെയാണോ സ്നേഹിക്കേണ്ടത്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവായ അള്ളാഹുവിനെ എങ്ങനെയാണോ സ്നേഹിക്കേണ്ടത്, അതേ സ്നേഹമായിരിക്കും അവർക്ക് അവരുടെ ആരാധ്യന്മാരായ ആരാധ്യ വസ്തുക്കളോട്. അത് ചിലപ്പോൾ വിഗ്രഹങ്ങളായിരിക്കാം, ചിലപ്പോൾ മൺമറഞ്ഞ മഹാന്മാരായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും പ്രതീകങ്ങളായിരിക്കാം. അങ്ങനെ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവരോട് അങ്ങേയറ്റം ഇഷ്ടമുള്ള ഒരു വിഭാഗമാണ്. നോക്കൂ, നിങ്ങൾ ഇപ്പൊ രണ്ട് വിഭാഗം ആളുകളെ പറ്റി ഇവിടെ പറഞ്ഞു. ഒന്ന് വിശ്വാസമുണ്ടെന്ന് പറയുന്ന ആളുകൾ, രണ്ടാമത്തത് അള്ളാഹുവിൽ വിശ്വാസമില്ല, മറിച്ച് അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന, വസ്തുക്കളെ ആരാധിക്കുന്ന, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, മക്ബറകളെ ആരാധിക്കുന്ന, ദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകൾ. ഇപ്പൊ രണ്ടാമത്തെ വിഭാഗം. നാം അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട ആളാണോ? അതാണ് വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹ്, ജനങ്ങളുടെ രണ്ടാമത്തെ ഒരു വിഭാഗത്തെയാണ് അള്ളാഹുവിടെ പറയുന്നത്. ഈ മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകളുടെ പ്രത്യേകത അള്ളാഹു പറയാണ്. ഇതേ ആയത്തും ഇങ്ങനെയാണ് തുടങ്ങുന്നത്, വമിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞാനിപ്പോ പറഞ്ഞ മൂന്ന് ആയത്തുകളുടെയും തുടക്കം എന്താണ്? വമിനന്നാസ്, 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 ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പം ഓരോ വിഭാഗം ആളുകൾക്ക് വേറെ വേറെ
സ്വഭാവങ്ങളാണ്. നോക്കൂ, ആ ആയത്ത് എങ്ങനെയാണ് പറയുന്നത്? സൂറത്ത് ഹജ്ജിലെ 3-ാമത്തെ ആയത്താണ്. അതെങ്ങനെയാണ്? വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ. നോക്കൂ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ, അവരുടെ സ്വഭാവം എന്താണ്? യുജാദിലു ഫില്ലാഹ്, അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ആളുകൾ. ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ല അവർക്ക്, അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യങ്ങളൊന്നും അവർക്കില്ല. നമുക്കിന്ന് ധാരാളം ആളുകളെ അങ്ങനെ കാണാം, സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ. അവര് ഓരോ കക്ഷികളായി ചേർന്ന് അവരുടെ വാദങ്ങളും അവരുടെ ആശയങ്ങളും പ്രചരിപ്പിക്കാൻ പടച്ചോന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ തർക്കിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുടെ വിഭാഗത്തിലാണോ ഞാൻ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് അള്ളാഹു പറയാണ്, അട്ടിയോടിക്കപ്പെട്ട ശപിക്കപ്പെട്ട പിശാചിനെ അവർ പിന്തുടരുകയും ചെയ്യും. പറഞ്ഞാൽ അവരുടെ സ്വഭാവം പെരുമാറ്റമൊക്കെ പൈശാചിക പ്രേരണകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിരിക്കും അവരുടെ സ്വഭാവവും പെരുമാറ്റം. 3-ാമത്തെ വിഭാഗം ആളുകളെയാണ് അങ്ങനെ അള്ളാഹു പറഞ്ഞത്, തർക്കിക്കുന്ന കുതർക്കികളായിട്ടുള്ള ആളുകൾ. അല്ലേ? എത്രയെത്ര തർക്കങ്ങൾ ഓരോ ദിവസവും ഓരോ വിഷയത്തിൽ, ആവശ്യമില്ലാത്തതിന്റെ പേരിൽ, അനാവശ്യമായ കാര്യങ്ങളിൽ അറിവുണ്ടെന്ന് നടിച്ചുകൊണ്ട് അങ്ങനെ തർക്കിക്കുന്ന, പടച്ച തമ്പുരാന്റെ പേരിൽ തർക്കിക്കുന്ന, അല്ലാത്ത വിഷയങ്ങളിൽ തർക്കിക്കുന്ന ആളുകൾ. ഇതും ജനങ്ങളിലെ ഒരു വിഭാഗം ആളുകളാണ്. നോക്കൂ, ഇനി 4-ാമത്തെ വിഭാഗത്തെ അള്ളാഹു പറയാണ്. അത് ഒരു പ്രത്യേക തരം വിഭാഗമാണ്. അവരെ സംബന്ധിച്ച് പറയുന്നത് എങ്ങനെയാണ്? വമിനൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് മൻ, ഒരുത്തൻ. എന്താണ് അവന്റെ പ്രത്യേകത? യുഅജിബുക ഖൗലുഹു ഫിൽ ഹയാതി ദുനിയ, ദുനിയാവിൽ അവന്റെ വാക്ക് നിന്നെ അത്ഭുതപ്പെടുത്തും. അല്ലെ? നമുക്ക് ഭയങ്കര ആകർഷണീയമായി തോന്നും. എത്ര മനോഹരമായി സംസാരിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ടോ അവരുടെ ഹൃദയത്തിലുള്ളതിനെ അവർ അള്ളാഹുവിന് സാക്ഷിയാക്കുകയും ചെയ്യും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ആണയിട്ട് പറയും, അവർ പറയുന്നത് സത്യമാണെന്ന് അവർ പറയും, അവരുടെ ഹൃദയത്തിലുള്ളത് നിഷ്കളങ്കമായിട്ടാണെന്ന് അവർ പറയുകയും ചെയ്യും. അവര് അതിനോട് വളരെ വലിയ ശക്തമായിട്ടുള്ള അവരുടെ തർക്കങ്ങളും അവരുടെ വാദങ്ങളെ സ്ഥാപിക്കുവാനും അവർ ഏറ്റവും നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആളുകൾ, അല്ലെ? നമുക്കറിയാം, ഒരുപാട് ആളുകൾ ദുനിയാവിന്റെ കാര്യത്തിൽ, ദുനിയാവിന്റെ വിഷയത്തിൽ വളരെ മനോഹരമായി സംസാരിക്കുന്ന, വളരെ അലങ്കാരപൂർവ്വം സംസാരിക്കുന്ന, അവര് ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന, ഒരുപാട് ബിസിനസ്സിന് വേണ്ടി, മറ്റുള്ള കച്ചവടങ്ങൾക്ക് വേണ്ടി, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അങ്ങനെ ദുനിയാവിന്റെ കാര്യത്തിൽ അതിമനോഹരമായി സംസാരിക്കാൻ, അങ്ങനെ സംസാരിച്ച ആളുകളെ വശ്യമായിട്ട് അവരുടെ ആശയത്തിലേക്കോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ സംസാരിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളും മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. ഇനി 5-ാമത്തെ വിഭാഗം ആളുകൾ, വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ, അവർ പറയും ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫഇദാ ഊദിയ ഫില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരെ പരീക്ഷിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരെ പീഡിപ്പിക്കപ്പെട്ടാൽ, ജഅല ഖൽബുഹു ജഅല ഫിത്നതൻ നാസ്, അവര് ആകെ പരിഭ്രാന്തരാകും, അവരാകെ പ്രശ്നങ്ങളിൽ അകപ്പെടും. ഫഇദാ ഊദിയ ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പീഡിപ്പിക്കപ്പെട്ടാൽ, ജഅല ഫിത്നതൻ നാസി കഅദാബില്ലാഹ്, ജനങ്ങളുടെ മർദ്ദനത്തെ, ജനങ്ങളുടെ പീഡനത്തെ അള്ളാഹുവിന്റെ ശിക്ഷ പോലെ കരുതും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനർത്ഥം ജനങ്ങളുടെ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾ, ആ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾക്ക് ഈ ഭൂമിയിൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. അപ്പൊ ആ പീഡനം ഉണ്ടാകുന്ന സമയത്ത് അവര് പറയും ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണെന്ന്. ജനങ്ങളുടെ പീഡനത്തെ, ജനങ്ങളുടെ ഫിത്നയെ അവര് പറയും അള്ളാഹുവിന്റെ ശിക്ഷയാണെന്ന്. നമ്മൾ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ മുസ്ലിം ആയതിന്റെ പേരിൽ, നമുക്ക് ഈ വിശ്വാസിയായതിന്റെ പേരിൽ നമ്മളെ പീഡിപ്പിക്കപ്പെട്ടു, നമ്മളെ ഉപദ്രവിക്കപ്പെട്ടു. അപ്പൊ ആ ഉപദ്രവം അത് അള്ളാന്റെ ശിക്ഷയായിട്ടല്ല യഥാർത്ഥത്തിൽ,
അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണം അള്ളാഹുവിന്റെ അദാബും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ വാലിമീങ്ങളെയാണ് അള്ളാഹു ശിക്ഷിക്കുക, അക്രമികളെയാണ് അള്ളാഹു ശിക്ഷിക്കുക. ഫിത്നയെയും അള്ളാഹുവിന്റെ പരീക്ഷണത്തെയും അള്ളാഹുവിന്റെ ശിക്ഷയെയും വേർതിരിച്ച് മനസ്സിലാക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. ഒരുപാട് ആളുകളുടെ സ്വഭാവങ്ങളെ അള്ളാഹു പറയാണ്, ജനങ്ങളിൽ ഇന്ന ആളുകളുണ്ട്, ജനങ്ങളിൽ ഇന്ന വിഭാഗം ആളുകളുണ്ട് എന്ന രീതിയിൽ അള്ളാഹു എടുത്ത് എണ്ണി പറയുകയാണ്. ഈ ആറാമത്തെ ഒരു വിഭാഗം വമിനന്നാസ്, അത് ഈ കാലഘട്ടത്തിൽ ഏറെ നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വചനമാണ്. വമിനന്നാസി മൈ യസ്തരി ലഹ്വൽ ഹദീസ്. നോക്കൂ, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, മൈ യസ്തരി ലഹ്വൽ ഹദീസ്, അവര് ലഹവുൽ ഹദീസ് അഥവാ വിനോദ വർത്തമാനങ്ങൾ വില കൊടുത്തു വാങ്ങുന്ന ആളുകളാകുന്നു. നോക്കൂ, നിങ്ങൾ അള്ളാഹു പറയാണ്, ജനങ്ങളുടെ കൂട്ടത്തിൽ വിനോദ വർത്തമാനങ്ങൾ വില കൊടുത്തു വാങ്ങുന്ന ആളുകളുണ്ട്. നോക്കൂ, എന്റർടൈൻമെന്റുകൾ, വിനോദങ്ങൾ, വിനോദ വർത്തമാനങ്ങൾ, വിനോദ കാര്യങ്ങൾ, ഈ കാര്യങ്ങളെ വില കൊടുത്ത് വാങ്ങുന്ന ആളുകൾ മനുഷ്യരിലുണ്ട്. എന്നിട്ടോ ലിയുദില്ല അൻ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട്, പടച്ചവന്റെ മാർഗത്തിൽ നിന്ന് വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ്. സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ വചനമാണിത്. വിശദമായി മനസ്സിലാക്കേണ്ടതാണ് അല്ലെ. ഇന്ന് ഒരു ലോകം തന്നെ എന്റർടൈൻമെന്റ് ലോകമാണ്. ഒരുപാട് കാര്യങ്ങൾ, വിനോദങ്ങളെ വിലയ്ക്ക് വാങ്ങുന്ന, അതൊരു മാർക്കറ്റായി മാറുന്ന, അതൊരു ബിസിനസ്സായി മാറുന്ന, വിനോദങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. നിരന്തരമായി നമ്മൾ വിനോദത്തിലേക്ക് മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്ന് അള്ളാഹു പറയാണ്. ഈ മറ്റൊരു വിഭാഗം ആളുകളെ പറ്റി പറയാണ്, വമിനന്നാസ്, ചില മനുഷ്യരുണ്ട്, മൈ യസ്തരി നഫ്സഹു, അവരവരുടെ നഫ്സിനെ തന്നെ വിലക്ക് വാങ്ങുന്നു, മറലാക്കില്ല, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു അടിമകളോട് കാരുണ്യവും ദയയും ആർദ്രതയും ഉള്ളവനാകുന്നു. നോക്കൂ, ഇത് വിശ്വാസികളായ ആളുകളെ പറ്റിയാണ് പറയുന്നത്. വമിനന്നാസി മൻ യശ്തരി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ല, അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് സ്വന്തം നഫ്സിനെ വിലക്ക് വാങ്ങി അള്ളാഹുവിന് വിൽക്കുക. അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. എന്നെ ഞാൻ അള്ളാഹുവിന് വിറ്റിരിക്കുന്നു, ഞാൻ ആരുടെ കൂട്ടത്തിലാണ്? ഞാൻ എന്നെ അള്ളാഹുവിന് വിറ്റവരുടെ കൂട്ടത്തിൽ. പടച്ചവന് വേണ്ടി, ഇപ്പൊ പടച്ചവന് വേണ്ടി വിൽക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് വേറൊരാൾക്ക് വേണ്ടി വിറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളുടെ അടിമയായിട്ട്, നമ്മൾ അവന്റെ അടിമയായിട്ട് മാറുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടിമകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കുക. സൂറത്ത് അൽ ബഖറയിലെ 207-ാമത്തെ വചനമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് വിഭാഗം ആളുകളെ പറ്റിയിട്ട് വമിനന്നാസി വമിനന്നാസി വമിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെയുണ്ട് എന്ന് അള്ളാഹു എടുത്തെടുത്ത് പറയുന്നു. അപ്പോ ഈ സ്വഭാവ ഗുണങ്ങളൊക്കെ നമ്മളെ പറ്റി പരിശോധിക്കാനും നമ്മളുടെ സ്വഭാവം ആരുടെ കൂട്ടത്തിലാണെന്ന് പരിശോധിക്കുവാനും വേണ്ടിയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നാം വമിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട് എന്ന് പറഞ്ഞ ഏത് വിഭാഗത്തിലാണ് എന്റെ സ്വഭാവം എന്ന് വിശകലനം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ്.